കടലിലൊരു പൊടിമീൻ പോലും ഇല്ല. കടല് കരിഞ്ഞു കിടക്കാണ്. ഇന്നത്തെ കാര്യമില്ലടി, ഒരു വെള്ളത്തിലും മീനില്ല, എല്ലാവരും മടങ്ങുകയാണ്. പോവാ. എന്റെ ഓർമ്മയില് ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേ ഇപ്പൊ തുറയില് പട്ടിണിയും തുടങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണണില്ല. കടൽ ഒടിഞ്ഞു തന്നെ കിടക്കുവാണ്. ചേറിന്റെ മണം പോലും ഇല്ല. ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട്. അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്താ കറിച്ചട്ടിയിലെ മീൻ പോലും ഓടി ഒളിക്കുന്ന. ഇങ്ങനെ കടൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായ? കടലിൽ നിരക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ? ഓ, അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഏട്ടാ. നീ ഐസ് വെക്കാൻ കടലിൽ പോയിട്ടുണ്ടാ? ഇല്ലല്ല. എടാ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടയം വെച്ച് കടലിൽ പോണം ഞങ്ങളുടെ ബലം. മനസ്സിലായടാ? നിങ്ങൾ തോറയിലാശാനെ കണ്ട് സങ്കടം പറ. ഒരു വറുതി വരുമ്പോ അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതെ, കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ. പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലോ ഇത്. അതെ. ഞാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല. കുഴപ്പങ്ങളാണല്ല വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? കടലമ്മ അപശകനം കാണുന്നു. അപശകനം കാണിക്കണ തുറ മുഴുവൻ കടലെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കടല് കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും. അതിനിപ്പ കടലമ്മ എന്താ അവസാനം കണ്ടെന്നാ പറയണത്? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്, ആണും പെണ്ണും കെട്ട രാധ. പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ? ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ? ഇവിടെയും കടലമ്മ കനിയാതെ കീഴടങ്ങി നിൽക്കുക. ഈ കീഴടങ്ങലിൽ മരണമുണ്ട്. ഇത്രയും കാലം അവൻ ഈ തുറയിലുണ്ടായിരുന്നല്ലേ, എന്നിട്ട് ഇപ്പൊ മാത്രം? പ്രായപൂർത്തിയാവുമ്പോഴാണ് സ്ത്രീയാകണതും പുരുഷനാകണതും. ഇത് രണ്ടും അല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല. പ്രായപൂർത്തിയായി കടലിന്റെ മാറിലാട്ട് ഇറങ്ങേണ്ടവൻ നപുംസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാര കർമ്മങ്ങള്? പരിഹാരങ്ങളുണ്ട്. കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം. അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം. ഇനി എല്ലാവർക്കും പോകാം. ഭയങ്കര കഷ്ടായി. എന്തൊക്കെ ഉണ്ടാവുകയുണ്ടോ? എല്ലാവർക്കും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? മാലു, ഇനി ഈ മുറ്റത്ത് നീ കാലുകുത്തരുത്. ജീവൻ വേണേ പൊയ്ക്കോ, ഈ തുറ വിട്ടു പൊയ്ക്കോ. അല്ലെങ്കിൽ ഈ തുറക്കാര് നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും. ഇതീ കൂടുതൽ ഇനി എന്താടി കേൾക്കേണ്ടത്? കരക്കാര് മുഴുവൻ പറയണ കേട്ടില്ലേ? അവൻ കാരനോട് തുറമുടിയണേന്ന്. പറയണൊരു പറയട്ടെ, ആർക്കാ പറയാൻ പറ്റാത്തത്? ഇതുവരെ കേൾക്കാത്തൊരു വർത്താനം കൊണ്ട് വന്നിരിക്കണം. കണാരേട്ടാ, കണാരേട്ടനെ അറിഞ്ഞില്ലേ തുറയില് പുതിയ കണ്ടുപിടുത്തം? ഈ തുറക്കാർക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ച? തുറക്കാരെ പറഞ്ഞിട്ട് എന്തോ കാര്യം? തുറലാശാൻ വെളിപാടായിട്ട് പറഞ്ഞാൽ പിന്നെ അതിനെതിരുണ്ടായിട്ടില്ല. ഓ, തുറയിലാശാൻ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും വേദവാക്യമാണല്ല. പണ്ട് അങ്ങേരുടെ മെമ്പർ നോക്കി ദീനം വന്ന് കിടന്നപ്പ ചാകൂന്ന് വെളിപാടുണ്ടായില്ലല്ല. കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാന്നായിരുന്നല്ല ഡാക്ടർ പറഞ്ഞത്. ഈ വെളിപാടുണ്ടാകണ കണ്ണന്റെ വെളിപാടുണ്ടായില്ല. അയാള് പണ്ടാരെ തട്ടിപ്പല്ലടോ. വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. കടലിലെ നിയമം അറിയാവുന്ന ആളാണ്. ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യം അങ്ങേർക്കുണ്ട്. അപ്പൊ കണാരേട്ടനെ അത് വിശ്വസിച്ചിരിക്കണ? ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയുവാ. അല്ലേ അരി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തിയേ? അരി മേടിക്കാൻ ചത്തുപോയതിന്റെ അച്ഛൻ കാശൊന്നുണ്ടാടി. അരി തരേണ്ട കടലിതേ അപ്പുറത്തുണ്ട് എന്ന് ചോദിക്ക്, കൊണ്ട് തരും. വേണ്ടെങ്കി വേണ്ട, എല്ലാരും പട്ടിണി കിടന്ന് ചാകട്ടെ. ചാകട്ടെ. അരി കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട് താത്തി. എത്ര നാളെന്ന് വെച്ചാ കട മേടിക്കണത്? നോക്കി നടക്ക. നിന്നെ നോക്കി നടന്നാ ഞാൻ പാലത്തേന്ന് വീഴും. ഓ, ദേ വരണ് തുറമുടിക്കാൻ ജനിച്ചവൻ.
അയലന്തരത്തുകാരെ വെറുപ്പിച്ചിട്ടവൻ വന്നേക്കാണ്. തുറക്കാര് പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കെട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത്? ഓടെ പോയി വല്ല കടലിൽ ചാടി ചാക്. കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവാ. ഒന്ന് വിഷമിച്ച് കഴിയുമ്പോ എല്ലാരും കടലമ്മയെ വിളിക്കുമല്ല, അപ്പൊ ഒരു ചാകര കൊണ്ട് തരികയും ചെയ്യും. ഈ തുറയുന്ന മീനും കൊണ്ട് ഓട്ടം പോകാന്ന് ലോറൻസ് വിചാരിക്കണ്ടാട്ടാ. ലോറി വല്ല മണലടിക്കാൻ പോണേണ് നല്ലത്. ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നെങ്കിൽ ആ എണ്ണം കെട്ടവൻ ഈ തുറയിന്ന് പോണം. ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കനെ കരയെന്ന് ഓടിക്കല്ലേ. വരുത്തന്മാര് വലിയ അഭിപ്രായം പറയണ്ട. കാലങ്ങളായിട്ട് തുറലാശം പറഞ്ഞതാ ഞങ്ങളുടെ ശരി. ആശാന ചെക്കനോട് തുറയെന്ന് പോണോന്ന് പറഞ്ഞാ പോണം. ദിവാകരേട്ടൻ ഒരു ചായ. പാലില്ല. കട്ടൻ ചായ മതി. അതെ, ദിവാരനൊന്നും തോന്നരുത്. തുറയിൽ ആശാന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയെന്ന് പച്ചവെള്ളം പോലും കൊടുത്തിരുന്ന. താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ചു. ഒന്ന് പച്ച പിടിച്ചു വന്നപ്പാ ഈ തുറ തന്നെ മുടിക്കാൻ പോവുകയാണല്ലേ. എന്റെ അച്ഛനൊക്കെ ഒന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം. ഇനി ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പുണ്ടാ? പോയി പെമ്പർനോത്തിയോട് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താനങ്ങ് രക്ഷ. നിന്റെ പിഴച്ച മോനെ വിളിച്ചോണ്ടി തുറന്നു പോയില്ലെങ്കിൽ രണ്ടിനെയും തല്ലിക്കൊന്ന് കടലെറി ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന് വില കേൾപ്പിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഇവനീ തുറയുടെ ശാപമല്ലെന്ന് ആശാന്റെ എല്ലാവരോടും വിളിച്ചു പറയണം. ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം. ഇല്ലേ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തും. പിന്നെ മൂന്നാം പക്കം ഇവന്റെ ശവേ നിനക്ക് കിട്ടും. ആണും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ. പൊയ്ക്കോ, ഈ തുറവിട്ട് വേഗം പൊയ്ക്കോ. മാലു, ഞാൻ ഈ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു. നമ്മളെ വേണ്ടാത്ത തുറ നമുക്കും വേണ്ട. വല്ല കാട്ടിലോ മലയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. നീ എന്ത് കിനാവേണ്ടിരിക്കാണ്? വല്ല കെട്ടിപ്പറക്കാണ്ടെങ്കിൽ എടുത്ത് വെക്കടാ. വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം. ഈ തുറ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇല്ലേ? പിന്നെ നീ എന്താണ് ചാകാൻ തീരുമാനിച്ച? അങ്ങനെയാണ് വിധിങ്ങ. അങ്ങനെ എടി ശാന്ത വിവരത്തിന് പ്രാന്ത് പിടിച്ച എടാ ശവമെ നിന്നെ കൺമുമ്പിട്ട് തല്ലിക്കൊണ്ട കാണാനുള്ള കരുത്തില്ലാത്തോണ്ട് പറയാണ്. ഉള്ള ജീവനെ കൊണ്ട് വേറെ സ്ഥലം വിടാൻ നോക്കാം. ആൺകുട്ടിയല്ലെന്ന് പറഞ്ഞ് ഈ കരയൊന്നും എനിക്ക് വയ്യ. ഞാൻ ആൺകുട്ടിയാണ്. എന്നെ ആര് പറഞ്ഞ്? എന്നിട്ട് നിന്റെ കൂടെ നടക്കുന്ന പെങ്കൊച്ചു പോലും പറഞ്ഞില്ല നീ ആണാണെന്ന്. അവളുടെ പോലും നാവിറങ്ങി പോയല്ല. ആരും പറയണ്ട, ഞാനും കടലിന്റെ മോനാ.
എന്താ കടലും വീടേന്ന് മീൻ തരാൻ പറയടാ. നീ ശാപം എല്ലാം തെളിയിക്കാനായിട്ട് വള്ളം നിറച്ച് മീൻ തരാൻ പറ. നിങ്ങൾ വെറുതെ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കണ എന്തിനാ? അവന്റെ തലയിൽ ഇപ്പൊ ഒന്നും കയറൂല. അവൻ വന്നോളും. എടാ നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. ഞാൻ വരില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ? തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ? നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാൻ. എടാ തന്തയും തള്ളയും പറഞ്ഞ അനുസരണ വേണം. എന്റെ ഭഗവതി, ഇങ്ങനെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല. കടലമ്മയുടെ കൊട്ടാരത്തിൽ ചെന്ന് എന്തു ചോദിച്ചാലും കടലമ്മ തരും. പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം. മാലു മാലു രാധ പൊക്കോ, അച്ഛനെങ്ങാനും കണ്ട. ഞാൻ പോവാണ് മാലു. എന്ത് ചോദിച്ചാലും കടലമ്മ തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലമ്മോട് ഒരു ചാകര ചോദിക്കും, വള്ളം നിറയെ മീൻ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ഈ തുറക്കാരുടെ മുമ്പില് ഞാൻ ആൺകുട്ടിയാൻ തെളിയിക്കും. എനിക്ക് വേണ്ടി ഈ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ നീ ഉണ്ടാവോ മാലു? രാധ പൊക്കോ, ഈ കരയിൽ നിൽക്കണ്ട, ഇങ്ങോട്ടെങ്കിലും പൊക്കോ.